അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിടിലൻ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈസി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരു 4 മണി പലഹാരമാണ് ഇത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. ആ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അച്ചൂസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് ഒരു 2-3 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം നല്ലോണം കഴുകിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പരുവത്തിൽ വെന്ത് കിട്ടിയാൽ മതി. ഇനി ഇത് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ടൊരു 5 കോഴിമുട്ട ഇതിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ആ ഒരു മുട്ടയുടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടാനും നല്ലൊരു ഫ്ലേവർ കിട്ടാനുമായിട്ട് ഒരു 5-6 അല്ലി ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലും കുറച്ചുകൂടി കട്ടിയായി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിത്തിരി പാല്, ഒരുപാടൊന്നും വേണ്ട, ഒരിത്തിരി പാല് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കുക. അതിനായിട്ട് ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയോ ഗീയോ ഒന്നങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് വേവിച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തട്ടിൽ നിന്നും വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗീയോ ഒക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ സാധാരണ ഇഡ്ഡലിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നില്ല, അതുപോലെ ഓരോ തവി വീതം നമ്മൾ ആ ഒരു ഇഡ്ഡലി തട്ടിലോട്ട് കടലപ്പരിപ്പിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടുത്ത തട്ടും വെച്ച് കൊടുക്കുക. സെയിം അതേപോലെ തന്നെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ളതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് മുകളിലായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒക്കെ വറുത്തിട്ട് അത് വെച്ച് കൊടുക്കുക. പിന്നെ ചെറീസ് വെച്ച് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് അതൊന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു മേൽഭാഗം പൊങ്ങി നിൽക്കുന്നത് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പറഞ്ഞതുപോലെ ചെറീസോ റൈസിൻസോ കാഷ്യൂനട്ടോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക. അതൊന്നും വെച്ച് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ കാണാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ചെറീസ് വെച്ച് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 20-25 മിനിറ്റോളം മതി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. കണ്ടില്ലേ, ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഡ്ഡലി തട്ടിൽ നിന്നും ചൂടാറിയതിന് ശേഷം പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് കാണാൻ നല്ല ഭംഗിയിൽ കഴിക്കാൻ അതിലേറെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു 4 മണി പലഹാരമാണിത്. കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് സ്കൂളൊക്കെ കൊടുത്തു വിടാനും പിന്നെ ഗസ്റ്റൊക്കെ വീട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വെറൈറ്റി ആയിട്ട് കാണാൻ നല്ല ഭംഗിയിൽ കഴിക്കാൻ അതിലേറെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു 4 മണി പലഹാരമാണിത്. ഇതുവരെ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. കടലപ്പരിപ്പ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരം ഉണ്ടാവുന്നത് തന്നെയായിരിക്കുമല്ലോ. അപ്പോൾ കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പിന്നെ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരൊക്കെ ഉണ്ടാക്കി നോക്കട്ടെ. പിന്നെ എന്നും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അച്ചൂസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമലൈക്കും.